വിവിധ ആവശ്യങ്ങളുന്നയിച്ച് ചുമട്ടുതൊഴിലാളി ഫെഡറേഷൻ INTUCയുടെ നേതൃത്വത്തിൽ ചുമട്ടുതൊഴിലാളികളെ പങ്കെടുപ്പിച്ച് 14-ന് കട്ടപ്പന ചുമട്ടുതൊഴിലാളി സബ് കമ്മിറ്റി ഓഫീസിന് മുൻപിൽ ധർണ നടത്തും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയൂർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. 14-ന് രാവിലെ 10-ന് AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടിക്കാരൻ അധ്യക്ഷത വഹിക്കും. KPCC സെക്രട്ടറി തോമസ് രാജൻ, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് D കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും. INTUCയുടെ സ്റ്റേറ്റ് കമ്മിറ്റി എറണാകുളത്ത് വെച്ച് അതിൻ്റെ ഫെഡറേഷൻ്റെ സമര പ്രഖ്യാപന യോഗം ഒക്ടോബർ മാസം 24-ാം തീയതി തുടങ്ങി. ആ സമര പ്രഖ്യാപന യോഗത്തിൽ വെച്ച് എടുത്ത തീരുമാനങ്ങൾ 14 ജില്ലകളിലും റീജിയണൽ കമ്മിറ്റികൾ നേതൃത്വം കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അതത് ജില്ലാ കമ്മിറ്റികളും ഈ സമരങ്ങളെല്ലാം ക്ഷേമനിധി ബോർഡ് സബ് കമ്മിറ്റി ഓഫീസിന് മുമ്പും നടത്തണമെന്ന് പറഞ്ഞാണ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കിരിക്കുന്ന 6 റീജിയണൽ കമ്മിറ്റികളും അതത് സ്ഥലങ്ങളിലെ ഒരു സബ് കമ്മിറ്റി, അതായത് ക്ഷേമനിധി ബോർഡിൻ്റെ സബ് കമ്മിറ്റിയുടെ മുമ്പേ സമരവും ധർണയും നടത്താൻ തീരുമാനം എടുത്തിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടിമാലിയിൽ വെച്ച് നടത്തുന്ന ആ സമരത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ INTUCയുടെ സെക്രട്ടറി AK മണിയാണ് അതിനെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് D കുമാർ അധ്യക്ഷത വഹിക്കുകയാണ്. അതേപോലെ തന്നെ കട്ടപ്പനയിൽ നടക്കുന്ന സബ് കമ്മിറ്റിയുടെ ഓഫീസിന് മുമ്പേ ധർണ നെടുങ്കണ്ടം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിൻ്റെ റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് കുമാർ അമ്പളിവിലാസവും അതുപോലെ തന്നെ EM ആഗസ്തി ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യപ്രഭാഷണം നടത്തുന്നത് KPCCയുടെ സെക്രട്ടറി തോമസ് രാജനും. ചുമട്ടുതൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് മുക്തരാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, സ്കാറ്റേർഡ് മേഖലയിലെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി വിതരണം ചെയ്യുക, ESI പദ്ധതി നടപ്പാക്കുക, സ്കാറ്റേർഡ് വിഭാഗം തൊഴിലാളികൾക്കായി ക്ഷേമ പദ്ധതികൾ പരിഷ്കരിക്കുക, NFSI ബെവ്കോ തൊഴിലാളികളുടെ കൂലി നിരക്ക് വർദ്ധിപ്പിക്കുക, ചുമട്ടുതൊഴിലാളി നിയമം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. കേരളത്തിലെ ചുമട്ടുതൊഴിലാളി മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും തൊഴിൽ രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഫലപ്രദമല്ലാതെ വരുന്നതുകൊണ്ട് ചുമട്ടുതൊഴിലാളി ക്ഷേമ പദ്ധതികളും ക്ഷേമനിധിയുടെ പ്രവർത്തനവും പോലും ഏതാണ്ട് പൂർണ്ണമായും തകരാറിലായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കേരളത്തിലെമ്പാടും നമുക്കറിയാം, തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുന്നതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. തൊഴിൽ തർക്കങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഫലപ്രദമായി ചുമട്ടുതൊഴിലാളി മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇടപെടുന്നില്ല. സ്വതന്ത്രമായി തൊഴിലാളി വർഗാധിപത്യത്തിൻ്റെ പാർട്ടി എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടി തൊഴിലാളികളെ സഹായിക്കാനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്വകാര്യ കുത്തക മുതലാളിമാരെ സഹായിക്കുന്ന സമീപനമാണ് കേരളത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വ്യാപകമായി കേരളത്തിലെ ചുമട്ടുതൊഴിലാളി മേഖലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കാലികമായി ക്ഷേമനിധി പദ്ധതികളുടെ പണമെല്ലാം ഗവൺമെൻറ് എടുത്തുകൊണ്ട് പോയി ക്ഷേമനിധിയിൽ ഒരു പൈസ പോലും തൊഴിലാളികളെ സഹായിക്കത്തക്ക നിലയിൽ കൊടുക്കാനില്ലാത്ത, ഒരാനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യാൻ കഴിയാത്ത അത്ര ഗതികെട്ട നിലയിൽ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് മാറിയിരിക്കുന്നു. സ്കാറ്റേർഡ് തൊഴിലാളികളായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഗവൺമെൻറ് കൊടുക്കുന്നില്ല. അങ്ങനെ സമസ്ത മേഖലയിലും വളരെ അപകടകരമായ നിലയിൽ ജോലി ചെയ്യുന്ന ചുമട്ടുതൊഴിലാളികൾ സംരക്ഷണം കിട്ടാത്തവരായി മാറുന്ന ഗതികെട്ട ഒരു സാഹചര്യത്തിൽ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമീപനത്തിന് തൊഴിലാളി വിരുദ്ധ എല്ലാ രംഗത്തും തൊഴിലാളി വിരുദ്ധമാണ്. കാരണം കേരളത്തിൽ നമുക്കറിയാം, തോട്ട മേഖലയിൽ നിന്നും കൂലി വർധനവ് പോലും നടപ്പിലാക്കാൻ ഗവൺമെന്റ് ഇതുവരെയും തയ്യാറാണ്. എത്രയോ കൊല്ലമായി. വാർത്താ സമ്മേളനത്തിൽ രാജാ മാട്ടുകാരൻ, തോമസ് രാജൻ, രാജു ബേബി, സന്തോഷ് അമ്പിളിവിലാസം, KC ബിജു, KD മോഹനൻ, പ്രശാന്ത് രാജു എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ, ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ, എന്തോ ഏലക്കാട്? നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ.
അല്ല നീ സാനു മാഷിനോട് ചോദിക്ക്. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.